എന്തൊക്കെയായിരുന്നു അല്ലേ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണം, ചർച്ച ചെയ്യണം, അതിനകത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കണം എന്നൊക്കെയായിരുന്നു. കംപ്ലീറ്റ് മാറിപ്പോയി. സത്യം പറഞ്ഞാൽ മാറ്റിയത്. ഈ ഊളയുള്ളവർക്ക് മനസ്സിലാവും ഇതൊക്കെ അല്ലേ? ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നത് ഈ ലൈംഗിക ആരോപണങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്തത്. ഏറ്റവും വലിയൊരു വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്താൽ അതിൽ നിന്ന് മാറി നിൽക്കുക. ഞാൻ സത്യം പറഞ്ഞാൽ പറയാം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, മലയാള സിനിമയിൽ ഇപ്പോൾ ചില യുവനടന്മാരും നടിമാരും ലഹരിയുടെ പിടിയിലാണ്. ഏറ്റവും വലിയൊരു വിഷയം ഹേമ കമ്മിറ്റി കണ്ടെത്തിയത് ഈ വിഷയം തന്നെയാണ്. അത് ഇപ്പം ഗ്ലാമറായിട്ട് നിൽക്കുന്ന തലയുയർത്ത് നിന്ന് ഇങ്ങനെ ഗംഭീരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പലരും കുടുങ്ങും എന്നുള്ള 100% അപ്പം. ഇപ്പം യുവാക്കൾ അമ്മയുടെ സംഘടനയുടെ തലപ്പത്ത് വരണം എന്ന് പറയുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ അതിൽ നേരിടുന്നുണ്ട്. അത് പെട്ടെന്ന് മാറ്റി ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ലാതാക്കി തീർന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിക്കണം. ഇപ്പം ലൈംഗികത കണ്ടു കഴിയുമ്പോഴത്തേനും മനുഷ്യൻ അതിൻ്റെ പുറകെ പോകുന്നത് സർവ്വസാധാരണ മനുഷ്യ സഹജമാണ്. നമുക്ക് മറ്റുള്ളവരുടെ എന്താ പറയുന്നത്, ഈ അഭിഹിതത്തിൻ്റെ കഥകൾ കേൾക്കാൻ മനുഷ്യന് ഭയങ്കര താല്പര്യമാണ്. ഒരാൾ വെള്ളം ഒഴിച്ചെന്നോ ഡ്രഗ്സ് ഉപയോഗിച്ചെന്നോ അവിടെ ബഹളം ഉണ്ടാക്കിയോ ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രമേ അതിൻ്റെ പുറകെ സഞ്ചരിക്കത്തുള്ളൂ. അത് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് ഇത് രംഗത്തേക്ക് കൊണ്ടുവരാൻ ചിലർ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗം തന്നെ ഇത്. അവരിൽ നിന്ന് മാറി ഷിഫ്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങളൊന്ന് നോക്കിയേ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യണമെങ്കിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യണം അല്ലേ? ചർച്ച ചെയ്യുന്നില്ല. ഹേമ കമ്മിറ്റിയെ പറ്റി ഒരു അന്വേഷണമില്ല. പിന്നെന്താണ്? സിനിമയിലുള്ള പവർ ഗ്രൂപ്പ് ചിലവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല. പിന്നെ ലൈംഗിക ആരോപണങ്ങൾ. സത്യം പറഞ്ഞാൽ ഈ ലൈംഗിക ആരോപണങ്ങൾ ഇത്രയും പുറത്തു വന്നല്ലോ, എനിക്ക് അത്ഭുതമാണ്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാർ അപ്പോൾ കൊല്ലങ്ങളെ ഈ 100-200 ചില്ലുവാനും സിനിമകൾ ഇറങ്ങുന്നിടത്ത് ഇത്രയൊക്കെ നടന്നിട്ടുള്ളൂ. എനിക്ക് സംശയം കിട്ടും. എനിക്ക് വിശ്വസിക്കാനേ വയ്യ. ഇങ്ങനെയൊന്നും അല്ല നടക്കുന്നത്. ഇതിലും എത്രയോ എനിക്ക് തോന്നുന്നു ഓരോ സിനിമയുടെ സെറ്റിലും ഓരോ പീഡനങ്ങളും ഓരോ അതിക്രമങ്ങളും നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ എത്രയോ വലുതാണല്ലേ സിനിമയെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറയുന്നു, ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ കാര്യമൊന്നുമില്ല, നാട്ടും പുറത്ത് സർവ്വസാധാരണമായി പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. ഇപ്പം ഒരു നടി സിനിമയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പം ആൾക്കാരുടെ നെറ്റി സ്വഭാവം പിടിച്ച് ഉളുക, അവർ നല്ല രീതിയിലായിരിക്കും അവിടെ പെരുമാറുന്നതും ഒക്കെ. പക്ഷെ നാട്ടുംപുറത്തെ രീതി, നാട്ടുംപുറത്തെ ഈ മനുഷ്യരുടെ രീതി അനുസരിച്ച് അവരുടെ മുഖം ഒന്ന് ചൂടുങ്ങും. അവരുടെ മനസ്സിൽ വേറെ പല ചിന്തകളും ആവുന്നത് അല്ലേ? അതിന് യാതൊരുവിധ മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല എന്ന്. ഞാനൊരു നാട്ടിൻപുറത്തുകാരനായി ഈ ആൾക്കാരുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ചില നിർമ്മാതാക്കളുമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവിടെ നിന്നും മനസ്സിലാവും. അവർക്ക് ചില ആൾക്കാർക്ക്, നല്ല ആൾക്കാർക്കൊന്നും പറ്റിയൊരു മേഖലയല്ല സിനിമ. നമ്മുടെ ദാദാ സാഹിബ് എന്ന് പറയുന്ന പടത്തിൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് അവതരിച്ച ആതിര എന്ന് പറയുന്ന രമ്യ എന്നെങ്ങണ്ടോ അതിൻ്റെ യഥാർത്ഥ പേര്, 2-3 ചിത്രങ്ങളിലേ അഭിനയിച്ചുള്ളൂ. അത് പറയുന്നു ആദ്യമേ തന്നെ എന്താ പറയുന്നത്, അതിന് ദേവദൂതൻ, അതുപോലെ ദാദാ സാഹിബ്, അങ്ങനെ മമ്മൂട്ടിയുടെ ചിത്രവും മോഹൻലാലിൻ്റെ ചിത്രമാണ് വന്നത്. പക്ഷേ രാവിലെ തന്നെ ഇതിനകത്ത് വിനയൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ദേവദൂതൻ അങ്ങ് വിട്ടതാണ്. പിന്നെ 2-3 ഭർത്താവ് ഉദ്യോഗസ്ഥൻ നമ്മുടെ ജഗദീഷിൻ്റെ കൂടെ ലാസ്റ്റ് സിനിമ അതായിരുന്നു. അവർ പറഞ്ഞു ഒത്തിരി പ്രശ്നങ്ങളാണ് അതിനകത്ത്. അതൊന്നും പലപ്പോഴും എനിക്ക് കരയേണ്ടി വന്നിട്ടുണ്ട്, ആരോടും തുറന്നു പറയാൻ പറ്റാതെ. പിന്നെ അവസാനം തീരുമാനിച്ചു, നല്ല സമയത്ത് ഒത്തിരി ചിത്രങ്ങൾ ഇപ്പോഴും
വിളി വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനം ഫോൺ വരെ കട്ട് ചെയ്ത്, ഫോൺ തരം കട്ട് ചെയ്ത് അവരങ്ങ് മാറി സിനിമയിൽ നിന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യാതൊരുവിധ താല്പര്യമില്ലാതെ അവരങ്ങ് മാറി എന്നാണ് പറയുന്നത്. ഒരു കാരണവശാലും ഒരു മനുഷ്യനും പിടിച്ചു വിറ്റാൻ വയ്യാത്ത മേഖലയാണിത് എന്ന് അവർ തുറന്ന് പറയുന്നുണ്ട്. ആരെപ്പറ്റി പരാതിയില്ല അവർക്ക്. ഇപ്പം അവർ കുടുംബമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പം ഞാനതാണ് പറഞ്ഞത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യണം. ഗൗരവതരമായ പല വിഷയങ്ങളും അതിനകത്ത് പറയുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, അമ്മ സംഘടനയുടെ തലപ്പത്ത് ആര് വരണം, അമ്മ സംഘടന അത് ചിലരുടെ അജണ്ടയായിരുന്നു, അത് അവർ നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം സത്യം പറഞ്ഞ ഒരു പൂഴിക്കടകൻ പരിപാടിയായിരുന്നു ലാലേട്ടൻ കൊടുത്തത്. അത് നമുക്ക് താമസിച്ചാലും മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പം നമ്മൾ പറയത്തില്ല, ആദ്യത്തെ ദിവസം ഒരാൾ, രണ്ടാമത്തെ ദിവസം ഒരാൾ, മൂന്നാമത്തെ ദിവസം ഒരാൾ, നാലാമത്തെ ദിവസം ഒരാൾ, അങ്ങനെ അമ്മ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട പ്രമുഖരായ പല വ്യക്തികൾക്കെതിരെ ആരോപണം വരാം. ഓരോ ദിവസവും അവരോരോരുത്തരായിട്ട് രാജിവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസമായി. ഇപ്പം അമ്മ സംഘടനയ്ക്കെതിരെ പറഞ്ഞ പലരും പറയുന്നുണ്ട്, എന്തിന് രാജിവെച്ചു, ഭീരുത്വമല്ലേ നിങ്ങൾ കാണിച്ചത്, ഞങ്ങൾ രാജിവെക്കണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ഒരു പ്രമുഖ നടി പറയുന്നത് കേട്ടു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാരണവശാലും അവർ വിചാരിച്ചില്ല രാജിവെക്കുമെന്ന്. അമ്മയുടെ സംഘടനയുടെ തലപ്പത്തുള്ള പ്രത്യേകിച്ച് മോഹൻലാൽ ഉൾപ്പെടെയുള്ള നടന്മാരെ പൊതുജനങ്ങളുടെ മധ്യത്തിൽ കരുതാഴ്ത്തിയിരിക്കുക. അത് ലാലേട്ടൻ എങ്ങനെയോ മനസ്സിലായി. ലാലേട്ടൻ ഒരു പൂഴിക്കടകൻ എന്ന് പ്രയോഗിച്ചു. അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പല യുവാക്കളായ പല നടന്മാരും നടിമാരും ഒക്കെ പറഞ്ഞു, നമ്മൾ എന്തിന് രാജിവെക്കണം, രാജിവെച്ച് കഴിഞ്ഞാൽ നമ്മളും ഇതിനകത്ത് പാകവെക്കാമെന്ന് ജനങ്ങൾ ധരിക്കത്തില്ലേ. അപ്പം ലാലേട്ടൻ പറഞ്ഞ ഒറ്റ മറുപടിയേ ഉള്ളൂ, ഇന്ന് ഇത് നിങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അമ്മ സംഘടന രാജിവെച്ച അന്ന് തീർന്നു ഈ പരാതി പ്രളയങ്ങൾ. പിന്നെ അതിനുശേഷം അപൂർവമായ ആൾക്കാർ മാത്രമേ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇങ്ങനെ പറയുന്നത്. അതുപോലെ ഇപ്പം വേറൊരു സംഭവം ഉണ്ടല്ലേ, ആരുടെ മുഖമൊക്കെ കാണിക്കാതൊക്കെയാണ് ഇത് പറയുന്നത്. അപ്പം അമ്മ സംഘടനയിലെ അങ്ങനെ പരാതി, ഇതിനകത്ത് ജെന്യൂനായിട്ടുള്ള ഒത്തിരി പരാതികൾ കാണും. ഞാൻ പറഞ്ഞില്ലേ, ഇത് വളരെ കുറവാണ്. എനിക്ക് അത്ഭുതമാണ്, ഇത്രയും പരാതിയുള്ളൂ മലയാള സിനിമയുടെ ചരിത്രം എടുത്ത് നോക്കിയാൽ. ഈ പരാതികളെല്ലാം വന്നിരിക്കുന്നത് 10 കൊല്ലം 12 കൊല്ലം, ഇപ്പോൾ ഒന്നും നടക്കുന്നില്ലേ. ഇപ്പോഴത്തെ പരാതികളൊക്കെ തുറന്നു പറയാൻ എന്തുകൊണ്ട് മടിക്കുന്നു? അതാണ് പറഞ്ഞ ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇതൊന്നും അല്ല വിഷയം, ചില കാര്യങ്ങളിൽ നിന്ന് മാറ്റി വെക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പം യുവാക്കളായ ചില നടന്മാർ പറഞ്ഞു ഇതുപോലെ നമ്മളും ഇതിനകത്ത് ഭാഗമൊക്കെയാണെന്ന് പറയത്തില്ലേ. അപ്പം ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യം, നിങ്ങളാരും രാജിവെക്കണ്ട, ഞാൻ ഏതായാലും രാജിവെച്ച് പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് അവരും അവസാനം നിത്യക്കെത്തിയില്ലാതെ അവരും രാജിവെച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഇത്. അപ്പം അന്ന് ലാലേട്ടൻ രാജിവെച്ച് കഴിഞ്ഞപ്പോൾ ലാലേട്ടനെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രാജിവെച്ച് കഴിഞ്ഞപ്പം അമ്മ സംഘടനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ നിന്നുപോയി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഈ പുറത്തു നിന്ന് പൊരുതുന്ന ഈ അമ്മ സംഘടന എന്ന് പറയുന്ന സംഘടനയ്ക്കെതിരായിട്ട് നീക്കുന്ന ചിലരുണ്ട്. അവർക്കാർക്ക് ഈ സംഘടനയുടെ തലപ്പത്ത് വരാനുള്ള യാതൊരുവിധ പ്രതീക്ഷയില്ല. കാരണം എന്താണെന്നറിയാം, ഈ അംഗങ്ങളുടെ വോട്ട് കിട്ടണം, അത് കിട്ടില്ല, അത് 100% ഉറപ്പാണ്. പിന്നെ സംഘടന ഇതിൽ നിന്ന് മാറി വേറെ ഒരു രീതിയിലൊക്കെ കൊണ്ടുപോകണമെന്നൊക്കെ ആയിരുന്നു അവരുടെ ചിന്താഗതി. നടന്നില്ല. ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പം അമ്മ സംഘടനയിലെ എല്ലാവരും രാജിവെച്ച് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകും അല്ലേ. ഇനി അടുത്തത് അവർ പിടിച്ചേക്കുന്നത് എന്താ, ഫെഫ്കയാണ് പിടിച്ചിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ രാജിവെക്കണം അല്ലേ. ആശിഷ് അബു ആണെന്ന് തോന്നുന്നു പറഞ്ഞത്. ആശിഷ് അബു പറഞ്ഞിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ രാജിവെക്കണം. അപ്പോൾ ഒരു സംഘടനയുടെ കാര്യം ഏകദേശം തീരുമാനമായി. ഇനിയിപ്പോൾ അടുത്ത സംഘടനയാകട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം അമ്മയും ഉണ്ണികൃഷ്ണനും ഒക്കെ ആയിട്ട് എന്താണ്, അവരൊക്കെ തമ്മിലുള്ള അന്തർധാരകൾ കൂടുതൽ കാണും. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാനേ പറ്റില്ല അല്ലേ. അപ്പം
മാഗ്ന എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് പിളർന്നാണ് ഈ ഫെഫ്ക ഉണ്ടായത്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണനെ രാജിവെച്ച് കഴിഞ്ഞാൽ എല്ലാം ക്ലീനായി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോ അജണ്ട നിശ്ചയിച്ച് അങ്ങോട്ടങ്ങോട്ട് മാറുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇത് പ്രശ്നം എന്താകുന്ന കാര്യം എന്താണെന്നറിയോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ മറന്നു. ഹേമ കമ്മിറ്റി തമ്മിലല്ല, വയനാടിനെ മറന്നു, മുല്ലപ്പെരിയാറിനെ മറന്നു, അർജുനെ മറന്നു, ഇതെല്ലാം മറന്നു നമ്മൾ. അപ്പം അജണ്ട ചില മാധ്യമങ്ങളും ചില ആൾക്കാരും തമ്മിൽ നിശ്ചയിച്ച് അവർ നീങ്ങുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒറ്റ അടി പൂഴിക്കടകൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ കൊടുത്ത അടി. കാരണം രാജേന്ദ്രൻ രാജിവെച്ചു, നിങ്ങളായി നിങ്ങളുടെ വാളായി എന്താണെന്ന് വെച്ചാൽ കാണിച്ചു. അവിടെ എല്ലാ അസ്ത്രങ്ങളും നഷ്ടപ്പെട്ടു പോയി. കാരണം പൊരുതാൻ ഒരു മുഖമുണ്ടെങ്കിൽ അവിടെ പൊരുതിക്കൊണ്ടേയിരിക്കും, പൊതുജനങ്ങളുടെ മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇല്ലേ? ഇല്ല, നിങ്ങൾ വിജയിച്ചു, ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഇപ്പം തന്നെ നമ്മൾ വിചാരിക്കുന്നത് പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. മലയാള സിനിമയിലൊക്കെ കാണും പവർ ഗ്രൂപ്പ്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇതിനകത്ത് അവർ വിചാരിക്കുന്നവരൊക്കെ നടക്കും, അത് 100% ഉറപ്പാണ്. ഇപ്പം ഇവർ മോഹൻലാൽ രാജിവെച്ചു, അമ്മ സംഘടന വേറെ തലപ്പത്ത് വേറെ ഒരാൾ വന്നു, യുവ നടന്മാരൊക്കെ വന്നെന്ന് പറഞ്ഞാൽ ഇത് വല്ല മാറ്റം ഉണ്ടാവും? മാറ്റം ഉണ്ടാകുന്നില്ല, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അവർ തന്നെ നിശ്ചയിക്കും, അവർ തന്നെ തീരുമാനമെടുക്കും, അവർ നടപ്പിലാക്കും. എനിക്ക് തോന്നുന്നില്ല ചിലവരെയൊക്കെ വിലക്കാൻ വേണ്ടിയൊന്നും അവർ പറയാൻ പോകുന്നതല്ല. കാരണം അവരുടെ സിനിമയിൽ ആരാണ് വേണമെന്നുള്ളത് അവരുടെ സംവിധായകനും അവരൊക്കെ തീരുമാനിക്കുമായിരിക്കും. മോഹൻലാലും മമ്മൂട്ടി ഞാൻ ഇന്നാളും പറഞ്ഞു, ഒരു 10 സിനിമയിൽ കൂടുതലൊന്നും അവർ അഭിനയിക്കുന്നില്ല. അപ്പം ആ സിനിമയിലെ തീരുമാനം എടുക്കാനേ അവരെ കൊണ്ട് പറ്റൂ. പിന്നെ വേറെ പലരും ഇന്നാൾക്ക് കൊടുക്കരുത്, അവസരങ്ങൾ കൊടുക്കരുതെന്നൊക്കെ വിളിച്ച് പറയുമായിരിക്കില്ലേ. ഇവരതിൻ്റെ പുറകെ പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. അവരുടെ പേരിൽ ആരെങ്കിലും കളിച്ചെങ്കിലും ചില എഴുത്തുകളുണ്ട്. ഇതൊക്കെയാണ് മലയാള സിനിമയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വലിയ പ്രശ്നമില്ല. പക്ഷേ വേറെ സംഭവം ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല. കാരണം ജനങ്ങളുടെ പ്രതീക്ഷ നേടുന്ന ചില നാൾ, ഇപ്പം ടോവിനോയെ അല്ലെങ്കിൽ പൃഥ്വിരാജിനെയൊക്കെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പിലാകത്തില്ല. കാരണം ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് അവരിഷ്ടമാണ്. അപ്പം ഇഷ്ടമുള്ള നടന്മാരെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അവർ ഏതെങ്കിലും രീതിയിൽ പടം എടുത്തുകൊണ്ട് വന്നാൽ അത് വിജയിക്കും, ഇല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ചില അജണ്ടകൾ നിശ്ചയിക്കുന്നു, അത് നടപ്പിലാക്കട്ടെ, എവിടം വരെ പോകും എന്ന് നമുക്ക് കാണിക്കുന്നതാണ്, അല്ലേ? അപ്പം മറ്റൊരു വിഷയമായി വീണ്ടും എത്താം. ഓക്കെ, ബായ്.